ഫിഫ്ത്ത് ചാപ്റ്റർ ഓർഗനൈസിങ്. ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ സംഘാടനം. അപ്പൊ ഓർഗനൈസിങ് എന്താണെന്നാണ് ഫിഫ്ത്ത് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ച ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് എന്താണെന്ന് നമുക്കറിയാം. ഇപ്പം പ്ലാനിങ് ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് നമുക്കറിയാം: പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിങ്. ഇതൊക്കെയാണ് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. അപ്പം അതിലെ സെക്കൻഡ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് അഥവാ ഓർഗനൈസിങ് എന്താണെന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഓർഗനൈസിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇത് അത്യാവശ്യം ഒരു വലിയ ചാപ്റ്റർ ആണ്. അത്യാവശ്യം കുറെ പോർഷൻസ് ഉള്ള കുറെ ടോപ്പിക്സ് കവർ ചെയ്യുന്ന ഒരു വലിയ ചാപ്റ്റർ ആണ് ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഓർഗനൈസിംഗ് എന്താണ് അഥവാ സംഘാടനം എന്താണെന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഏകദേശം ഒന്ന് പഠിച്ചിരുന്നു, ഒരു ബ്രീഫ് ആയിട്ട് പഠിച്ചിരുന്നു, ചെറുതായിട്ട് പഠിച്ചിരുന്നു എന്താണ് ഓർഗനൈസിംഗ് എന്നൊക്കെ. അപ്പം ആ ഓർഗനൈസിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും ഈ ചാപ്റ്ററിൽ പഠിക്കുക. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ഓർഗനൈസിങ് എ പ്രോഗ്രാം അഥവാ ഓർഗനൈസിങ് എ പാർട്ടി, ഓർഗനൈസിങ് എ ട്രിപ്പ്, ഓർഗനൈസിങ് എ ടൂർണമെന്റ് അഥവാ ഓർഗനൈസിങ് എ സ്പോർട്സ് മീറ്റ്. അങ്ങനെ പലതിങ്ങനെ എല്ലാം ഓർഗനൈസിങ്. ഇപ്പം ഹോളി ക്രോസ് HSS ചേർപ്പെങ്കിൽ ഓർഗനൈസസ് എ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് പറയാം എന്താണ് ഓർഗനൈസിങ് അഥവാ സംഘാടനം എന്ന് പറഞ്ഞാൽ, സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈക്ക് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിന് അല്ലാതെ അതെല്ലാം അറേഞ്ച് ചെയ്യുന്നതിനൊക്കെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ വഴി ഓർഗനൈസിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ഓർഗനൈസിങ് എ ഫുട്ബോൾ ടൂർണമെന്റ് എന്ന് വിചാരിച്ചോളൂ. നമ്മളൊരു ഫുട്ബോൾ ടൂർണമെന്റ് ഓർഗനൈസ് ചെയ്യുകയാണ്. അപ്പൊ ഫുട്ബോൾ മാച്ച്, ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നമ്മൾ ഓർഗനൈസ് ചെയ്യുകയാണ് എന്നിരിക്കട്ടെ. അപ്പം ഈ ഫുട്ബോൾ ടൂർണമെന്റ് ഓർഗനൈസ് ചെയ്യുന്നത് അഥവാ ഈ ഫുട്ബോൾ ടൂർണമെന്റ് നടത്താൻ ഒരാളെ കൊണ്ട് മാത്രം സാധിക്കുമോ? ഒരാൾ മാത്രമായിട്ട് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് മുഴുവൻ നടത്താൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? മൊത്തം ആക്ടിവിറ്റീസിനൊക്കെ സബ് ഗ്രൂപ്പ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് തിരിച്ചു കൊടുക്കും. ഇങ്ങനെ തിരിച്ച് സബ് ഗ്രൂപ്പ്സ് ചെയ്യുന്നതിനെ കമ്മിറ്റീസ് എന്ന് പറയും. അപ്പം ഓരോ കമ്മിറ്റീസിലേക്ക് വർക്കിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഒരാൾക്ക് തന്നെ ഫുട്ബോൾ ടൂർണമെന്റ് ഒന്നും നടത്താൻ സാധിക്കത്തില്ല. അതിന് ഗ്രൂപ്പ്സ് വർക്കെല്ലാം ഡിവൈഡ് ചെയ്ത് സബ് ഗ്രൂപ്പ് ചെയ്ത് ഓരോ കമ്മിറ്റീസിനെ ഏൽപ്പിക്കും. അപ്പം കമ്മിറ്റീസിനെ ഏൽപ്പിക്കുമ്പോൾ ഇപ്പൊ ഫുട്ബോൾ ടൂർണമെന്റ് നടത്താനാണെങ്കിൽ എന്തൊക്കെ കമ്മിറ്റീസ് ആയിരിക്കും വേണ്ടത്? കുറെ കമ്മിറ്റീസ് വേണമായിരിക്കും, അല്ലെ? ഫിനാൻസ് കമ്മിറ്റി വേണം, ഗ്രൗണ്ട് കമ്മിറ്റി വേണം, എക്യുപ്മെന്റ് കമ്മിറ്റി വേണം, പ്രോഗ്രാം കമ്മിറ്റി വേണം, റിഫ്രഷ്മെന്റ് കമ്മിറ്റി വേണം. പിന്നെ എന്തൊക്കെയാ വേണ്ടത്? മാച്ച് കമ്മിറ്റി വേണം. അങ്ങനെ കുറെ കമ്മിറ്റി വേണമായിരിക്കും. ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഓർഗനൈസ് ചെയ്യാൻ അങ്ങനെ കുറെ കമ്മിറ്റി വേണം. ഇങ്ങനെ ഓരോരോ കമ്മിറ്റീസിനെ നമ്മൾ രൂപീകരിക്കും അഥവാ കമ്മിറ്റീസിനെ ഉണ്ടാക്കും. എന്നിട്ട് ഈ ഓരോ കമ്മിറ്റീസിലേക്കും ആളുകളെ അലോട്ട് ചെയ്ത് കൊടുക്കും. ഒരു കമ്മിറ്റിയിൽ ഇത്ര ആളുകൾ വേണം, അപ്പം ഇത്ര ആളുകൾ ഒരു കമ്മിറ്റിയിൽ, ഇത്ര ആളുകൾ ഒരു കമ്മിറ്റിയിൽ എന്ന് പറഞ്ഞാൽ ഓരോ കമ്മിറ്റിയിലേക്കും ആളുകളെ അലോട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ ആളുകളിൽ നിന്ന് ഒരു ഹെഡിനെ തീരുമാനിക്കും. എന്ന് വെച്ചാൽ കമ്മിറ്റി ഹെഡിനെ അപ്പോയിന്റ് ചെയ്യും. ഇപ്പൊ ഫിനാൻസ് ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരെ ഫിനാൻസ് കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തും. ഇപ്പം എക്യുപ്മെന്റ്സിനെ കുറിച്ചൊക്കെ നന്നായിട്ട് ധാരണയുള്ളവരെ, എങ്ങനെയാണ് ഗ്രൗണ്ട്, അങ്ങനെ എല്ലാം അറിയാവുന്നവരെയൊക്കെ ഗ്രൗണ്ട് ആൻഡ് എക്യുപ്മെന്റ് കമ്മിറ്റിയിലൊക്കെ അപ്പോയിന്റ് ചെയ്യും. എന്ന് വെച്ചാൽ അതിലേക്ക് ഇടും. അത് കഴിഞ്ഞ് ഇപ്പം മാച്ചിനെ കുറിച്ച് നന്നായിട്ട് മാച്ചിന്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ അറിയാവുന്നവരെ മാച്ച് കമ്മിറ്റിയിലിടും. അങ്ങനെ ഓരോരുത്തർക്കും പരിചയമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അഥവാ അറിയാവുന്ന മേഖലയിലേക്ക് ഓരോരുത്തരെ ഇടും. എന്നിട്ട് ആ കമ്മിറ്റിയിലെ വർക്ക്സ് ഒക്കെ അലോട്ട് ചെയ്ത് കൊടുക്കും. അപ്പം എല്ലാ കമ്മിറ്റിയിലും ഒരു ഹെഡ് അല്ലെ ലീഡറും ഉണ്ടാകും, കുറച്ച് മെമ്പേഴ്സും ഉണ്ടാകും. എന്നിട്ട് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് വീതിച്ചു കൊടുക്കും. ഇപ്പം ഒരു ഫിനാൻസ് കമ്മിറ്റി ആണെങ്കിൽ ഫിനാൻസ് കമ്മിറ്റിക്ക് ഒരു ഹെഡ് ഉണ്ടാവും, കുറച്ച് മെമ്പേഴ്സും ഉണ്ടാവും. എന്നിട്ട് ഓരോ മെമ്പേഴ്സിനോട് കൃത്യമായിട്ട് പറയും എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് അവർ ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയും. അപ്പൊ ഈ ഡിഫറെന്റ് കമ്മിറ്റീസിന്റെ ആക്ടിവിറ്റീസിനെ എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യാൻ, എന്ന് വെച്ചാൽ ആ ആക്ടിവിറ്റീസിനെ എല്ലാം കൂടെ ഏകോപിപ്പിക്കാൻ ഒരു കോർഡിനേറ്ററും ഉണ്ടാകും. ആ കോർഡിനേറ്ററിനെ നമുക്ക് ജനറൽ കൺവീനിയർ എന്നൊക്കെ പറയാം, അല്ലെ? അങ്ങനെ ഒരു ജനറൽ കൺവീനിയർ ഉണ്ടാകും എല്ലാ ആക്ടിവിറ്റീസിനെ കൂടെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ ജനറൽ കൺവീനിയർ മാത്രമായിരിക്കും എല്ലാ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി എല്ലാം ജനറൽ കൺവീനിയറിന് മാത്രമായിരിക്കുമോ? അല്ല. ഓരോ കമ്മിറ്റി ഹെഡ്സിനും അവരവരുടെ കമ്മിറ്റിയിലെ കാര്യങ്ങളൊക്കെ ഓരോ ഡിസിഷൻസ് എടുക്കാനൊക്കെയുള്ള അധികാരങ്ങൾ വീതിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം കമ്മിറ്റി ഹെഡ്സിനും അധികാരം ഉണ്ടാവും. ജനറൽ കൺവീനിയറിനായിരിക്കും ടോട്ടലി മൊത്തത്തിലുള്ള അധികാരം ജനറൽ കൺവീനിയറിനാണെങ്കിൽ പോലും
ഓരോ കമ്മിറ്റി ഹെഡ്സിനും അവരവരുടെ കമ്മിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള അധികാരം ഉണ്ടാവും. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ടൂർണമെന്റ് നന്നായിട്ട് നടത്താൻ വേണ്ടിയിട്ട്. അപ്പം ടൂർണമെന്റ് നന്നായിട്ട് നടത്തുക എന്ന ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് അഥവാ സബ് ഗ്രൂപ്പ്സ് എന്ന് വെച്ചാൽ കമ്മിറ്റികളെ ഫോം ചെയ്ത് അധികാരവും ഉത്തരവാദിത്വം ഒക്കെ എന്ന് വെച്ചാൽ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ കീഴ്തലങ്ങളിലേക്ക് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ഓർഗനൈസിംഗ് എന്ന് പറയുക. അപ്പം ഓർഗനൈസിംഗിന്റെ ബേസിക് ഒരു കോൺസെപ്റ്റ് ഇതാണ്. എന്ന് വെച്ചാൽ ഒരു അധികാരവും ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റി ഒക്കെ കീഴ്തലങ്ങളിലേക്ക് കൊടുക്കുന്നു. വർക്കൊക്കെ ഐഡന്റിഫൈ ചെയ്ത് എന്തൊക്കെയാണ് വർക്ക് ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വർക്ക് എന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനെ ഡിവൈഡ് ചെയ്ത് സബ് ഡിവൈഡ് ചെയ്ത് അത് ഓരോരുത്തർക്കും ഓരോ ജോലി അലോട്ട് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നടത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് ഓർഗനൈസിംഗ് എന്ന് പറയുക. അപ്പം ഓർഗനൈസിംഗിന്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ സ്ലൈഡ് നിങ്ങൾക്ക് കാണാമല്ലേ? അതിൽ കൊടുത്തിട്ടുണ്ട് ഓർഗനൈസിംഗിന്റെ മീനിങ് എന്താണെന്ന്. The process of identifying and grouping various activities and bringing together physical, financial and human resources and establishing productive relations among them for the achievement of specific goals. അപ്പം ഇതാണ് ഓർഗനൈസിംഗിന്റെ മീനിങ് ആയിട്ട് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്കിത് എന്താന്ന് നോക്കാം. അപ്പൊ ഹ്യൂമൻ എഫേർട്സിനെ എല്ലാം ഏകോപിപ്പിച്ച് എന്ന് വെച്ചാൽ ഹ്യൂമൻ എഫേർട്സിനെ എല്ലാം ഒന്നിച്ചു കൊണ്ടുവന്ന് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ നോക്കുന്ന പ്രോസസ്സിനെയാണ് ഓർഗനൈസിംഗ് എന്ന് പറയുക. അപ്പൊ ഹ്യൂമൻ എഫേർട്സിനെ എല്ലാ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എല്ലാം യൂട്ടിലൈസ് ചെയ്ത് ഒരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ നോക്കുന്നതിനെയാണ് ഓർഗനൈസിംഗ് എന്ന് പറയുക. ഇപ്പം എല്ലാ ഓർഗനൈസേഷനും എന്ന് വെച്ചാൽ എല്ലാ ഫേംസിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ ഉണ്ടാവും. എല്ലാ ബിസിനസ് ഫേമിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ടാവും. ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസിംഗ് ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ ഓർഗനൈസേഷനും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഈ ഓരോ ബിസിനസിന്റെയും ഗോൾസ് അച്ചീവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ആക്ടിവിറ്റി എന്തൊക്കെയാണ്? ആക്ടിവിറ്റീസ് ഐഡന്റിഫൈ ചെയ്യണം, അതിനെ ഗ്രൂപ്പ് ചെയ്യണം. എന്ന് വെച്ചാൽ സിമിലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ ഗ്രൂപ്പ് ചെയ്യണം. അപ്പൊ റിസോഴ്സസിനെ എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുവരണം. എന്ന് വെച്ചാൽ ഒരു കമ്പനിയിൽ ഫിസിക്കൽ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ടാവും, ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ടാവും, ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ മെഷീനറി പോലെയുള്ള റിസോഴ്സസ് ഉണ്ടാവും, ഫിനാൻഷ്യൽ ഉണ്ടാവും, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് ഉണ്ടാവും. അങ്ങനെ ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ടിവിറ്റീസിനൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്യുന്നു, എന്നിട്ട് ഈ റിസോഴ്സസ് എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടുന്നു. ഈ പ്രോസസ്സിനെയാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ടിവിറ്റീസിനെ എല്ലാം കൂടെ ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനെ ഗ്രൂപ്പ് ചെയ്യുന്നു, എന്നിട്ട് റിസോഴ്സസ് എല്ലാം കൂടെ കൂട്ടി റിസോഴ്സസിനെ എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുവരുന്ന ആ പ്രോസസ്സിനെയാണ് ഓർഗനൈസിംഗ് എന്ന് പറയുക. അപ്പൊ the process of identifying and grouping various activities and bringing together physical, financial and human resources and establishing productive relations among them for the achievement of specific goals. സ്പെസിഫിക് ആയിട്ടുള്ള ആ കമ്പനിയുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ആക്ടിവിറ്റീസിനെ എന്ന് വെച്ചാൽ വർക്കിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക, എന്നിട്ട് റിസോഴ്സസ് എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുവരുന്ന ആ പ്രോസസ്സിൽ പറയുന്നതാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓർഗനൈസിംഗിന്റെ ഒരു ഡെഫിനിഷൻ കാണാം. ഓർഗനൈസിംഗിന്റെ ഡെഫിനിഷൻ ആദ്യം തിയോ ഹൈമാൻ എന്ന് പറഞ്ഞ ആള് ഓർഗനൈസിംഗിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് നോക്കാം. തിയോ ഹൈമാൻ എന്ന് പറഞ്ഞേക്കുന്ന ആള് ഓർഗനൈസിംഗിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് നോക്കാം. Organizing is the process of defining and grouping the activities of the enterprise and establishing authority relationship among them. അപ്പം തിയോ ഹൈമാൻ എന്ന് പറഞ്ഞേക്കുന്ന മാനേജ്മെന്റ് എക്സ്പേർട്ട് പറഞ്ഞേക്കുന്നതാണ് ഓർഗനൈസിംഗിനെ കുറിച്ചുള്ള ഡെഫിനേഷൻ ആണ്. അതായത് ഒരു എന്റർപ്രൈസിൽ നടക്കുന്ന ആക്ടിവിറ്റീസിനൊക്കെ കണ്ടെത്തുക, അത് ഡിഫൈൻ ചെയ്യുക, എന്നിട്ട് സെയിം നേച്ചറിലുള്ള ആക്ടിവിറ്റീസിനൊക്കെ ഗ്രൂപ്പ് ചെയ്യുക. അതിനുശേഷം ഓർഗനൈസേഷനിൽ ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ഏത് സുപ്പീരിയറിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ഓർഡർ സ്വീകരിക്കേണ്ടത്, ഏത് സുപ്പീരിയറിനോടാണ് നമ്മൾ ആൻസറബിൾ ആയിട്ടുള്ളത് എന്നുള്ള ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് പറയുന്നതാണ് ഓർഗനൈസിംഗ് എന്നാണ് തിയോ ഹൈമാൻ എന്ന് പറഞ്ഞ മാനേജ്മെന്റ് എക്സ്പേർട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസ് എല്ലാം കണ്ടെത്തുക, അതിനെ ഡിഫൈൻ ചെയ്യുക, സെയിം നേച്ചറിലുള്ള ആക്ടിവിറ്റീസിനൊക്കെ ഗ്രൂപ്പ് ചെയ്യുക,
എന്നിട്ട് അവിടെ ഒരു അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇതാണ് ഓർഗനൈസിംഗ് എന്നാണ് തിയോ ഹൈമാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അക്കോർഡിംഗ് ടു തിയോ ഹൈമാൻ, organizing is the process of defining and grouping the activities of the enterprise and establishing authority relationship among them. ഗ്രൂപ്പ് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക, ആക്ടിവിറ്റീസ് ഡിഫൈൻ ചെയ്യുക, അതിനെ ഗ്രൂപ്പ് ചെയ്യുക, എന്നിട്ട് അവിടെ ഒരു അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓർഗനൈസിംഗ് എന്ന് പറയുക. വേറൊരു ഡെഫിനേഷൻ കാണാം. ലൂയിസ് അലൻ എന്ന് പറയുന്ന വേറൊരു മാനേജ്മെന്റ് എക്സ്പേർട്ട് പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷനാണ് ഇതിന് മേളിൽ കൊടുത്തിരിക്കുന്നത്. ലൂയിസ് അലൻ പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷനാണ്. ലൂയിസ് അലൻ പറഞ്ഞിരിക്കുന്നത്, organizing is the process of identifying and grouping the work to be performed, defining and delegating responsibility and authority, and establishing relationship for the purpose of enabling people to work most effectively together in the accomplishment of objectives. അപ്പം തിയോ ഹൈമാൻ പറഞ്ഞ ഡെഫിനിഷൻ നമ്മൾ കണ്ടു. ഇത് ലൂയിസ് ആലൻ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷനാണ് ഓർഗനൈസിങ്ങിനെ കുറിച്ച്. ഇതിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻസ് പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ എസ് എ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ, ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് എസ് എ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് പോയിന്റ് ഒക്കെ ആയിട്ട് ഡിഫൈൻഡ് ബൈ ലൂയിസ് അലൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റും ആൻസർ ചെയ്യുമ്പോൾ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ പറ്റുവാണെങ്കിൽ പഠിച്ചു വെക്കുക. ഇപ്പൊ ലൂയിസ് അലൻ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ലൂയിസ് അലൻ പറഞ്ഞിരിക്കുന്നത്, ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജോലികൾ എന്തൊക്കെയാണ് എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്യുക, എന്നിട്ട് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ അധികാരവും ഉത്തരവാദിത്വവും ഒക്കെ കൃത്യമായിട്ട് നിർണയിച്ച് കീഴ്തലങ്ങളിലേക്ക് പകർന്നു നൽകുന്ന ഒരു പ്രോസസ്സിനെയാണ് ഈ ഓർഗനൈസിംഗ് എന്ന് പറയുക. ഇങ്ങനെ ലോവർ ലെവലിലേക്ക് അഥവാ കീഴ്തലങ്ങളിലേക്ക് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഒക്കെ കൊടുക്കുന്ന പ്രോസസ്സിനാണ് ഡെലിഗേഷൻ എന്ന് പറയുക. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ കീഴ്തലങ്ങളിലേക്ക് അഥവാ ലോവർ ലെവലിലേക്ക് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ അധികാരവും ഉത്തരവാദിത്വം ഒക്കെ കീഴ്തലങ്ങളിലേക്ക് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ഡെലിഗേഷൻ എന്ന് പറയുക. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ, ഈ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്ന ആ എക്സാമ്പിളിൽ എടുക്കുകയാണെങ്കിൽ ജനറൽ കൺവീനർ മാത്രമാണോ ഫുൾ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഉള്ളത്? ജനറൽ കൺവീനറിന് മാത്രമാണോ? അല്ല അല്ലേ. ജനറൽ കൺവീനർ ബാക്കിയുള്ള കമ്മിറ്റി ഹെഡ്സിനൊക്കെ കുറച്ച് ഉത്തരവാദിത്വവും അധികാരവും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഡിഫറെന്റ് കമ്മിറ്റി ഹെഡ്സിന് കുറെ റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റി ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റിയും ഡെലിഗേറ്റ് ചെയ്യുന്ന അഥവാ വീതിച്ചു കൊടുക്കുന്ന കീഴ്തലങ്ങളിലേക്ക് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ഡെലിഗേഷൻ എന്ന് പറയുക. അപ്പൊ അങ്ങനെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഒക്കെ കീഴ്തലങ്ങളിലേക്ക് കൊടുക്കുക, എന്നിട്ട് മെമ്പേഴ്സ് തമ്മിലുള്ള ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യുക. അങ്ങനെ ഒരു നല്ല അറ്റ്മോസ്ഫിയർ അഥവാ നല്ല ബന്ധമൊക്കെ സ്ഥാപിക്കുക. ഇതാണ് ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞത്. ഞാൻ ഒന്നുകൂടെ വായിക്കാം ഡെഫിനിഷൻ. ലൂയിസ് അലൻ പറഞ്ഞിരിക്കുന്നത്, ഓർഗനൈസിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് ആൻഡ് ഗ്രൂപ്പിംഗ് ദ വർക്ക് ടു ബി പെർഫോംഡ്. ആദ്യം വർക്കിനെ ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് സിമിലർ നേച്ചറിലുള്ള വർക്കിനെ ഗ്രൂപ്പ് ചെയ്യുക. അടുത്തത് ഡിഫൈനിങ് ആൻഡ് ഡെലിഗേറ്റിംഗ് റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ അതിനുശേഷം കീഴ്തലങ്ങളിലേക്ക് ഉത്തരവാദിത്വവും അധികാരവും ഒക്കെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ഉത്തരവാദിത്വവും അധികാരം എന്ന് വെച്ചാൽ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഒക്കെ കീഴ്തലങ്ങളിലേക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻസ് for the purpose of enabling people to work most effectively together in accomplishing objectives. അതിനുശേഷം എല്ലാ മെമ്പേഴ്സും തമ്മിലൊരു നല്ല ഹെൽത്തി അറ്റ്മോസ്ഫിയർ അഥവാ ഹെൽത്തി റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. എങ്കിൽ മാത്രമേ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നല്ല രീതിയിൽ അറ്റൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് ലൂയിസ് അലൻ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ. നമ്മൾ രണ്ട് ഡെഫിനിഷൻസ് കണ്ടു. ഒന്ന് ലൂയിസ് അലൻ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷനും ഒന്ന് തിയോ ഹൈമാൻ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷനും നമ്മൾ കണ്ടു. ഇനി നമ്മൾക്ക് സ്റ്റെപ്സ് ഇൻ ഓർഗനൈസിംഗ് അഥവാ സംഘാടന പ്രക്രിയയിലെ പടികൾ എന്തൊക്കെയാണ്, അഥവാ സ്റ്റെപ്സ് ഇൻ ഓർഗനൈസിംഗ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റെപ്സ് ഇൻ ഓർഗനൈസിംഗ് 4 സ്റ്റെപ്സ് ആണ് ഓർഗനൈസിംഗിലുള്ളത്. 4 സ്റ്റെപ്സ് ആണ് ഓർഗനൈസിംഗ് ഉള്ളതിൽ. അതിലെ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പാണ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്, പ്രവൃത്തിയെ അഥവാ വർക്കിനെ തിരിച്ചറിയുകയും അത് വിഭജിച്ച് നൽകുകയും ചെയ്യുക.
ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. Division of work means divide the total work into smaller job and each job is assigned to individuals according to their skill and qualification. അതായത് ആകെയുള്ള ആ ജോലിയെ വിഭജിച്ചിട്ട് ഓരോ കമ്മിറ്റീസിന് അഥവാ ഓരോ ഗ്രൂപ്പിലെ മെമ്പേഴ്സിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരുടെ ക്വാളിഫിക്കേഷൻസും സ്കിൽസും ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കണം, എല്ലാം നോക്കിയിട്ടൊക്കെ ആയിരിക്കണം ഈ വർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സ്പെഷ്യലൈസേഷൻ കൂടും എന്നാണ് പറയുക. സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ എക്സ്പേർട്ട് ആകാൻ സാധിക്കും. ഇങ്ങനെ കൃത്യമായിട്ട് ഗ്രൂപ്പ് ഡിവിഷൻ ഓഫ് വർക്ക് നടത്തുക എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ജോലിയൊക്കെ തിരിച്ചു കൊടുത്താൽ അവിടെ ഒരു സ്പെഷ്യലൈസേഷൻ കൂടാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് വെച്ചാൽ ഓരോ ജോലിനെ എന്തൊക്കെയാണ് ജോലി എന്ന് കണ്ടെത്തുക, എന്നിട്ട് അത് ഓരോ കമ്മിറ്റീസിലേക്ക് വീതിച്ചു കൊടുക്കുക, ഓരോ ജോലികളും വീതിച്ചു കൊടുക്കുക. വീതിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ക്വാളിഫിക്കേഷനും സ്കില്ലും ഒക്കെ അനുസരിച്ച് വേണം ജോലികൾ അലോട്ട് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ ജോലികൾ അലോട്ട് ചെയ്താൽ അതിൽ സ്പെഷ്യലൈസേഷൻ കൂടാൻ സാധിക്കും. എന്ന് വെച്ചാൽ നന്നായിട്ട് നമുക്ക് അത്യാവശ്യം അറിയാവുന്ന ഒരു ഫീൽഡിലേക്ക് നമ്മളെ വിടുമ്പോൾ നമുക്ക് അതിൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പം നമുക്ക് നന്നായിട്ട് ഫുട്ബോൾ കളിക്കാൻ അറിയാമെങ്കിൽ നമ്മളെ ആ ഫീൽഡിലേക്ക് വിടുവാണെങ്കിൽ നമ്മൾ നന്നായിട്ട് അതിൽ എക്സൽ ചെയ്യും, എന്ന് വെച്ചാൽ നന്നായിട്ട് അതിൽ പെർഫോം ചെയ്യും. അപ്പൊ നമ്മുടെ സ്പെഷ്യലൈസേഷൻ കൂടും. അപ്പം അതാണ് പറയുന്നത്, ക്വാളിഫിക്കേഷനും സ്കില്ലും എല്ലാം നോക്കിയിട്ട് നന്നായിട്ട് അറിയാവുന്നവരെ ഓരോ ഫീൽഡിലേക്കും വീതിച്ചു കൊടുക്കുക. അപ്പം സ്പെഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ എക്സ്പേർട്ട് ആകാനുള്ള ചാൻസസ് അപ്പൊ കൂടുതലായിരിക്കും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ് എന്ന് പറയുക. പ്രവർത്തികളെ തിരിച്ചറിയുകയും അത് വിഭജിച്ചു കൊടുക്കുകയും ചെയ്യുക. എന്നുവെച്ചാൽ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ് ഈസ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ. ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ കോളേജിലൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ട്. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്, എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ്സ് കേട്ടിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ വകുപ്പുകളുടെ രൂപീകരണം. ഇപ്പൊ കമ്പനിയിലൊക്കെ ആണെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ. അപ്പൊ അതെങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? ഒരേ സ്വഭാവമുള്ള അഥവാ പരസ്പര ബന്ധമുള്ള ജോലികൾ ഒരേ ഗ്രൂപ്പിന്റെ അഥവാ ഒരേ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരും. അപ്പൊ എന്തൊക്കെ ബേസ് ചെയ്താണ് ഈ ഡിപ്പാർട്ട്മെന്റ്സിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ചില കേസിൽ ഇറ്റ് ക്യാൻ ബി ഗ്രൂപ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷന്റെ ബേസ് ചെയ്ത് ഡിപ്പാർട്ട്മെന്റിനെ തിരിക്കാം, പ്രൊഡക്റ്റിന്റെ ബേസ് ചെയ്ത് ഡിപ്പാർട്ട്മെന്റിനെ തിരിക്കാം, ലൊക്കേഷന്റെ ബേസ് ചെയ്ത് ഡിപ്പാർട്ട്മെന്റിനെ തിരിക്കാം, കസ്റ്റമേഴ്സിനെ ബേസ് ചെയ്ത ഡിപ്പാർട്ട്മെന്റിനെ, അങ്ങനെ പല രീതിയിൽ ഡിപ്പാർട്ട്മെന്റിനെ തിരിക്കാം. ഇപ്പൊ കോളേജിലൊക്കെയാണ് സബ്ജക്റ്റിന്റെ ബേസിലാണ് അല്ലെ ഡിപ്പാർട്ട്മെന്റിനെ തിരിക്കുന്നത്. അങ്ങനെ പല ബേസിസിൽ ഇപ്പൊ ഒരു കമ്പനിയെ സംബന്ധിച്ച് യൂഷ്വലി ഫംഗ്ഷന്റെ ബേസിസിൽ അഥവാ പ്രൊഡക്റ്റിന്റെ ബേസിസിലൊക്കെയാണ് കമ്പനിയിൽ ഡിപ്പാർട്ട്മെന്റിനെ തിരിക്കുന്നത്. അപ്പൊ ഒരേ സ്വഭാവമുള്ള ജോലികൾ ഐഡന്റിഫൈ ചെയ്ത് അതൊരു ഗ്രൂപ്പാക്കി മാറ്റുന്നതിനാണ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം പ്രവർത്തികളെ ഇത്തരത്തില് ഒരേ ഗ്രൂപ്പിലുള്ളവരെ ഒരു ഗ്രൂപ്പ് ഒരേ രീതിയിൽ ഒരേ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സിനെ ഒരു ഗ്രൂപ്പിലാക്കുന്ന ആ പ്രോസസ്സിനാണ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറയുക. ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ദ സിമിലർ ആക്ടിവിറ്റീസ് or related jobs into larger units. It can be on the basis of function, product, process, location and customer. അപ്പം ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ അതിലെ എക്സ്പേർട്ട് എന്താ പറയുക ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരേ സ്വഭാവമുള്ള അഥവാ സിമിലർ ആയിട്ടുള്ള സ്വഭാവമുള്ള ആക്ടിവിറ്റീസിനെ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു വിഭാഗം ആക്കുന്നു. അടുത്ത ഒരു ക്ലാസ്സിനെ വേറൊരു, ഇപ്പൊ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ സ്കൂളിൽ തന്നെയാണ് കൊമേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഡിപ്പാർട്ട്മെന്റ് പോലെ, അടുത്തത് കമ്പ്യൂട്ടർ വേറൊരു ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമാനിറ്റീസ് വേറൊരു ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഓരോ സ്വഭാവമുള്ള എന്ന് വെച്ചാൽ ഒരേ വിഷയം പഠിക്കുന്നവര് ഒരു ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മാറ്റുന്നത് എന്ന് വെച്ചാൽ വകുപ്പുകളുടെ രൂപീകരണമാണ് സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ്. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കണ്ടു ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ അഥവാ വകുപ്പുകളുടെ രൂപീകരണമാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ് എന്ന് വെച്ചാൽ ചുമതലകൾ നൽകുന്നതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദിസ് സ്റ്റെപ്പ് ഇൻവോൾവ്സ്
allotment of various activities to different individuals according to their abilities and attitude. Right man at the right job is the main motto. അപ്പം അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് പേഴ്സണെ റൈറ്റ് ജോബിൽ അലോട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ് എന്ന് പറയുക. എന്ന് വെച്ചാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഫിനാൻസ് കമ്മിറ്റിയിലെ ഹെഡിനെ അപ്പോയിന്റ് ചെയ്യാൻ നോക്കുക. അപ്പൊ പൈസയൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരെയാണ് ഹെഡാക്കുന്നത്, അതോ പൈസ ഒന്നും കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലാത്തവരെയാണ് ഹെഡാക്കുന്നത്? പൈസയൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നത്, പൈസ ഒന്നും വേസ്റ്റ് ചെയ്യില്ല, എഫിഷ്യന്റ് ആയിട്ട് പൈസ എല്ലാം മാനേജ് ചെയ്യുന്ന വെച്ചാൽ ഫിനാൻസ് ഒക്കെ എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യും. അതിനും മാനേജ് ചെയ്യാൻ നന്നായിട്ട് അറിയാമെന്നുള്ളവരെ നമ്മൾ ഫിനാൻസ് കമ്മിറ്റിയുടെ ഹെഡ് ആക്കുള്ളൂ അല്ലെ. അപ്പൊ അതിനാണ് പറയുന്നത് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ്. റൈറ്റ് പേഴ്സണെ റൈറ്റ് ജോബിലേക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുക കൃത്യമായിട്ട്. അപ്പൊ ഈ സ്റ്റെപ്പിൽ പറയുക ഓരോ ഇൻഡിവിജ്വൽസിനെ അവരുടെ എബിലിറ്റീസ് അനുസരിച്ച് കൃത്യമായിട്ടുള്ള വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസിൽ പറയുക. ഇതാണ് തേർഡ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ് ടു ദ പേഴ്സൺസ് ബേസ്ഡ് ഓൺ ദർ സ്കിൽ, ക്വാളിഫിക്കേഷൻ ആൻഡ് നോളജ്. ഓരോരുത്തരുടെയും സ്കില്ലും ക്വാളിഫിക്കേഷനും നോളജും ഒക്കെ ബേസ് ചെയ്ത് ഓരോരുത്തരെയും അവരവർക്ക് പറ്റുന്ന മേഖലയിലേക്ക് അപ്പോയിന്റ് ചെയ്യുക, അഥവാ അവരവർക്ക് പറ്റുന്ന മേഖലയിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അസൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ് എന്ന് പറയുക. ചുമതലകൾ നൽകുകയാണ് ഈ പ്രോസസ്സിൽ ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പ് അഥവാ ഓർഗനൈസിംഗിന്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. എന്ന് വെച്ചാൽ ഒരു അധികാര ബന്ധം ഉണ്ടാക്കുക, അഥവാ എന്താ പറയുക, ഒരു പരസ്പരം ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ സ്റ്റെപ്പിൽ പറയുക. എന്താണ് നമുക്ക് നോക്കാം. Each individual should know from whom he has to receive orders and to whom he is answerable to. അപ്പം എല്ലാ ഇൻഡിവിജ്വൽസ് അറിയണം ആരോടാണ് ആരുടെ അടുത്ത് നിന്നാണ് അവര് ഓർഡേഴ്സ് സ്വീകരിക്കേണ്ടത് ആൻഡ് ആരോടാണ് അവര് ആൻസറബിൾ ആയിട്ടുള്ളത് എന്ന് എല്ലാവരും അറിയണം. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓരോരുത്തർക്കും കറക്റ്റ് ആയിട്ട് അറിയണം ആരോടാണ് അവർ ആൻസറബിൾ ആയിട്ടുള്ളത്, ആരുടെ അടുത്ത് നിന്നാണ് അവര് ഓർഡേഴ്സ് ഒക്കെ സ്വീകരിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പരസ്പരം ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക, അഥവാ ഒരു അധികാര ബന്ധം സ്ഥാപിച്ചെടുക്കുകയാണ് ഈ സ്റ്റെപ്പിൽ പറയുക. എന്ന് വെച്ചാൽ ഈച്ച് ഇൻഡിവിജ്വൽ ഷുഡ് നോ ഫ്രം ഹും ഹി ഹാസ് ടു ടേക്ക് ഓർഡേഴ്സ് ആൻഡ് ടു ഹും ഹി ഈസ് ആൻസറബിൾ ടു. അപ്പൊ ഏത് ആളിൽ നിന്നാണ് ഓർഡേഴ്സ് സ്വീകരിക്കേണ്ടത് ആൻഡ് ആരോടാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ ആൻസറബിൾ ആയിട്ടുള്ളത് എന്ന് തീരുമാനിക്കുന്നതാണ് ഫോർത്ത് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ് എന്ന് പറയുക. എന്ന് വെച്ചാൽ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് യൂഷ്വലി വർക്കൊക്കെ തരുന്നത് കൊമേഴ്സിലെ ടീച്ചേഴ്സ് ആയിരിക്കും അല്ലെ. അപ്പം നിങ്ങൾ ആൻസറബിൾ ആയിട്ടുള്ളത് ആരോടാ? കൊമേഴ്സിലെ ടീച്ചേഴ്സിനോടായിരിക്കും ആൻസറബിൾ ആയിട്ടുള്ളത്. സയൻസിലെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് അങ്ങനെ വർക്ക് തരാറില്ല, ആ ടീച്ചേഴ്സിനോടല്ല നിങ്ങൾ ആൻസറബിൾ ആയിട്ടുള്ളത്, കൊമേഴ്സിലെ ടീച്ചേഴ്സിനോടാണ് നിങ്ങൾ ആൻസറബിൾ ആയിട്ടുള്ളത്. അപ്പം എല്ലാ ഇൻഡിവിജ്വൽസും ആരിൽ നിന്നാണ് ഓർഡേഴ്സ് സ്വീകരിക്കേണ്ടത് എന്നും ആരോടാണ് ആൻസറബിൾ ആയിട്ടുള്ളത് എന്നും കൃത്യമായിട്ട് അറിയണം. ഇതാണ് ഫോർത്ത് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ് എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പം ഇതാണ് 4 സ്റ്റെപ്സ് ഇൻ ഓർഗനൈസിംഗിലെ 4 സ്റ്റെപ്സ് ആണ് മെയിൻലി ഉള്ളത്. ഒന്നാമത്തത് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. അപ്പൊ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ഡിവൈഡിങ് ദ വർക്ക് ഇൻടു സബ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക ആൻഡ് ഓരോ ഇൻഡിവിജ്വൽസിന്റെ സ്കില്ലും ക്വാളിഫിക്കേഷനും ഒക്കെ അനുസരിച്ച് വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. വർക്ക് അസൈൻ ചെയ്യുന്നതിനാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുക. രണ്ടാമത്തത് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് വെച്ചാൽ പ്രവർത്തനങ്ങളെ ഗ്രൂപ്പായിട്ട് തിരിക്കുന്നതിനാണ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് സിമിലർ ആക്ടിവിറ്റീസ് ആൻഡ് റിലേറ്റഡ് ജോബ്സ് ഇൻടു എ ഡിപ്പാർട്ട്മെന്റ്. അതാണ് ഡിപ്പാർട്ട്മെന്റലൈസേഷനിൽ പറയുക. മൂന്നാമത്തത് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ് എന്ന് വെച്ചാൽ ചുമതലകളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറയുക. എന്ന് വെച്ചാൽ അലോക്കേറ്റിംഗ് ദ വർക്ക് ടു ഡിഫറെന്റ് എംപ്ലോയീസ് ബേസ്ഡ് ഓൺ ദർ സ്കിൽ ആൻഡ് ക്വാളിഫിക്കേഷൻ. അപ്പൊ സ്കില്ലും ക്വാളിഫിക്കേഷനും ഒക്കെ നോക്കിയിട്ട് ഓരോ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് തേർഡ് സ്റ്റെപ്പിൽ പറയുക. ഫോർത്ത് സ്റ്റെപ്പില് എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ പരസ്പരം ഒരു അധികാര ബന്ധം ഉണ്ടാക്കിയെടുക്കുക. ഈച്ച് എംപ്ലോയി ഷുഡ് നോ ടു whom he is accountable and from whom he has to take orders. ആരിൽ നിന്ന് ഓർഡേഴ്സ് സ്വീകരിക്കണമെന്നും ആരോടാണ് ആൻസറബിൾ ആകേണ്ടതെന്നും കൃത്യമായിട്ട് ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതാണ് 4 സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ്. അപ്പൊ എല്ലാവർക്കും